3 പതിറ്റാണ്ടോളമായി മരവിച്ച് മോക്ഷം കാത്തുകിടക്കുന്ന അങ്കമാലി ശബരിപാതയ്ക്ക് പുതുജീവൻ വയ്ക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചതോടെയാണ് കേരളത്തിന്റെ റെയിൽവേ ഭൂപടം ചലിക്കാനൊരുങ്ങുന്നത്. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ നാളെ ജില്ലാ കളക്ടർമാരുടെ നിർണായക യോഗം ചേരും. കാണാം വിപിൻ സി വിജയന്റെ റിപ്പോർട്ട്. ശബരിപാതയ്ക്ക് പച്ചക്കൊടി. അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെ 110 കിലോമീറ്റർ നീളത്തിൽ ശബരിപാത 3 പതിറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1997-98 ബജറ്റിൽ ഇടം പിടിച്ച തിളങ്ങുന്ന പദ്ധതി. പക്ഷെ പിന്നീട് പലവിധ കാരണങ്ങളാൽ അതിന് ഒരു അകാല ചരമം നേരിട്ടു. ഇപ്പോൾ റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കൂടി കഴിയുമ്പോൾ ആ പഴയ പദ്ധതിക്ക് ഒരു ജീവൻ വയ്ക്കുകയാണ്. ബജറ്റിൽ അന്ന് പ്രഖ്യാപനം വന്നതോടെ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിന്. സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചു. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ 7 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈനിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. 70 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുക്കാൻ വിജ്ഞാപനം ചെയ്തു. എന്നാൽ പദ്ധതി ലാഭകരമല്ലെന്ന് തീരുമാനിച്ച് ശബരിപാത പദ്ധതി കേന്ദ്രം മരവിപ്പിച്ചു. പല നിവേദനങ്ങൾ നൽകി രാഷ്ട്രീയ പോരായി. അവഗണനയുടെ സ്മാരകം പോലെ കാലടി റെയിൽവേ സ്റ്റേഷൻ കാടുപിടിച്ച് കിടക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഇവിടം മാറി. പിന്നീടാണ് നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായി പദ്ധതിയുടെ പകുതി ചിലവ് കേരളം വഹിക്കണമെന്ന നിബന്ധന മുന്നോട്ട് വെച്ചത്. പകുതി ചിലവ് ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാണെന്ന് കിഫ്ബിയെ മുന്നിൽ കണ്ട് LDF സർക്കാർ അറിയിച്ചു. ഇതോടെ വീണ്ടും സജീവ പരിഗണനയിലേക്ക്. ആദ്യം വളരെ സ്പീഡിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഫാസ്ട്രാക്കിപ്പെടുത്തി അങ്കമാലി മുതൽ കാലടി വരെ ഉള്ള സ്ഥല ഉടമകൾക്ക് അതിൻ്റെ ഫണ്ടും കൊടുത്തു. പെരിയാറിന് കുറിയുള്ള പാലവും പണി തീർത്തു. ഇതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ നിയമം വന്നു. റെയിൽവേയുടെ പണിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള തുകയുടെ 50% അതാത് സ്റ്റേറ്റുകൾ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. ആ തീരുമാനം വന്നതിന് ശേഷം ഇതിൻ്റെ പണികളെല്ലാം സ്തംഭിച്ചു. പിന്നീടുള്ള പണികളൊക്കെ മുന്നോട്ട് പോയില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിലെ റെയിൽവേ മന്ത്രിമാരെ സമീപിക്കുമ്പോൾ ചിലർ താല്പര്യം കാണിക്കുന്നു, ചിലർ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ അത് ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുമെന്ന് കേട്ടതിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. 3 വർഷം മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ 100 കോടി രൂപ ശബരി റെയിലിന് അനുവദിച്ചതോടെ ഒരു പച്ചക്കൊടിയുടെ അടയാളം ലഭിച്ചു. എന്നാൽ അപ്പോഴേക്കും പദ്ധതി റെയിൽവേ മരവിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അടുത്തിടെ ഈ നടപടി റെയിൽവേ റദ്ദാക്കി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്. ഇത്രയും ഗതാഗത പ്രശ്നങ്ങളുള്ള ഈ സംസ്ഥാനത്ത് ഈ റെയിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ശബരി പദ്ധതി എന്തായാലും ഉണ്ടായേ പറ്റൂ. പക്ഷെ ഞങ്ങളുടെ ആശങ്ക മറ്റൊന്നുമല്ല. ഇതിങ്ങനെ പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ഓരോ ഗവൺമെൻറ്റുകളും ഇത് പറഞ്ഞു പോകുന്നല്ലാതെ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇത്തരത്തിൽ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സംശയമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ ബജറ്റിൽ ഇതിനു വേണ്ടി തുക വകയിരുത്തും എന്ന് പറഞ്ഞപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തുകൊണ്ട് ഈ പാത ഇത്ര പ്രാധാന്യമുള്ളതാകുന്നു? എന്തെല്ലാം വികസന മാറ്റങ്ങൾ വരും? അങ്കമാലി മുതൽ എരുമേലി വരെ ശബരിപാതയിൽ 14 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഇടുക്കി ജില്ലയെ റെയിൽവേ ഭൂപടത്തിലെത്തിക്കുന്ന സുപ്രധാന പദ്ധതി. റെയിൽവേ കടന്നു ചെല്ലാത്ത മലയോര മേഖലകളിൽ ഒരു കണ്ണിച്ചേരലുണ്ടാകും. തൊടുപുഴയും കോതമംഗലവും എല്ലാം ഇതിൽ പെടുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിലെ ബിസിനസ്, ടൂറിസം, യാത്ര എന്നിവയിൽ ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വികസനം വരും. എറണാകുളം, കോട്ടയം, ഇടുക്കി കലക്ടർമാരുടെ യോഗം നാളെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ വിളിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലിനായി സ്ഥലം ഏറ്റെടുപ്പ് ഓഫീസുകൾ പുനരാരംഭിക്കണം. പ്രാരംഭ കാര്യങ്ങൾ ചർച്ച ചെയ്യും. 3 പതിറ്റാണ്ട് മുൻപ് 580 കോടി രൂപയായിരുന്നു ഈ പദ്ധതിക്ക് ചിലവായി കണക്കാക്കിയിരുന്നത്. പക്ഷേ 2021 എസ്റ്റിമേറ്റ് പ്രകാരം അത് 3810 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ശബരിപാതയ്ക്ക് ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചുവെങ്കിലും എത്ര തുക നീക്കിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. വിപിൻ സി വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. എബ്രഹാം തോമസ് പറയുന്നു, ശബരിപാത ആമയെപ്പോലെ ഇഴയാതിരുന്നാൽ നന്ന് എന്ന കാര്യം.
പ്രഖ്യാപനം കേട്ട് പ്രതീക്ഷിക്കാനാണ് പല പദ്ധതിയുടെയും വിധിയെന്ന് സീന മുഹമ്മദ് പറയുന്നുണ്ട്. രവികുമാർ പറയുന്നു, ഈ പ്രാവശ്യമെങ്കിലും ശബരിപാത നടപ്പിലാവുമോ? കഴിഞ്ഞ 35 വർഷം മുമ്പ് തുടങ്ങിയതാണ്, പിന്നെ ഇത് പകുതിക്ക് വെച്ച് നിർത്തരുത് എന്ന കാര്യവും. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. ഏതായാലും ഈ കാലടി റെയിൽവേ സ്റ്റേഷൻ, അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ പൂർണ്ണ സജ്ജമാക്കിയതാണ്, പക്ഷേ പിന്നീട് ആ പദ്ധതി നിർത്തിവെച്ചു. അതുകൊണ്ട് ഇപ്പോഴവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. ആ പാളങ്ങൾ തുരുമ്പെടുത്തിരിക്കുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. പാളങ്ങൾ കാടുമൂടിയിരിക്കുന്നു. ഈ പദ്ധതി ഉടൻ തന്നെ പൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.